ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ സെഷനിൽ നമ്മൾ മൈക്രോ കൺട്രോളർ കോഡിംഗ് ചെയ്തു. എന്നിട്ട് ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഔട്ട്പുട്ട് നോക്കിയത് ബ്രെഡ് ബോർഡിൽ വെച്ചിട്ട് സർക്യൂട്ട് ചെയ്തിട്ടാണ്. ഇനി നമ്മൾക്ക് LED അറേ ചെയ്യണം, LCD ചെയ്യണം, OLED, 7 സെഗ്മെൻറ്റ് LED, പിന്നെ ADC, ഇൻട്രപ്റ്റ്, ഇങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുണ്ട്. ഈ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ നമുക്കൊരു ബോർഡ് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ Atmega 328 ബേസ്ഡ് ഡെവലപ്മെൻറ്റ് ബോർഡ്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആദ്യം വരയ്ക്കാം. നമ്മളുടെ 28 പിൻ മൈക്രോ കൺട്രോളറാണ്. ഇത് നമ്മുടെ Atmega 328P. ഇതിന് 2 ഗ്രൗണ്ട് ഉണ്ട്. ഒന്ന് പിൻ നമ്പർ 22, ഒന്ന് പിൻ നമ്പർ 8. പവർ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പിൻ നമ്പർ 7 പവറിൽ കൊടുക്കുന്നുണ്ട് 5 വോൾട്ട്, പിന്നെ 21 ആൻഡ് 22. പിൻ നമ്പർ 7, 21, 22. നമ്മളുടെ പവർ സപ്ലൈ ആക്ച്വലി 5 വോൾട്ട്. ഇതിനൊരു കണക്ടർ നമ്മൾ കൊടുക്കുകയാണ്. ഇതാണ് നമ്മളുടെ VCC. അപ്പോൾ ഇത് നേരെ പോകുന്നത് VCCയിലേക്കാണ്. ഇത് ഗ്രൗണ്ടിലേക്ക് വന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് റീസെറ്റ് സർക്യൂട്ടിൽ ഒരു പുള്ളപ്പ് റെസിസ്റ്റർ ഉണ്ട്, ഒപ്പം ഒരു ഡയോഡുണ്ട്. പുള്ളപ്പാണ്, അപ്പോൾ VCCയിലേക്ക് പോയി. ഇനി ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഇത് ആക്ച്വലി പവർ ഓൺ റീസെറ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു റീസെറ്റ് വരും. ഇതാണ് സ്വിച്ച്. നമ്മൾക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാനായിട്ട്. ഇത് പിൻ നമ്പർ 1 ആണ്, അതായത് റീസെറ്റാണ്. ഇനി നമുക്കിതിൻ്റെ ഓസിലേറ്റർ നോക്കാം. പിൻ നമ്പർ 9, 10 ആണ്. നമ്മളൊരു 16 മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റലാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് 2 കപ്പാസിറ്റർ നമ്മൾ ആഡ് ചെയ്യും. 22 പിക്കോഫാരഡിൻ്റെ ഈ 2 കപ്പാസിറ്ററിൻ്റെയും നെക്സ്റ്റ് എൻഡ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യും. ഇത് നമ്മളുടെ എസെൻഷ്യൽ കണക്ഷൻസായി, ബേസിക് കണക്ഷൻസായി. നെക്സ്റ്റ് നമ്മൾക്ക് ഇതിനെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു പാർട്ട് നോക്കാം. നമുക്ക് നമ്മളുടെ ഓർഡിനോ നാനോ അല്ലെങ്കിൽ യൂനോ അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ പ്രോഗ്രാമറായിട്ട് ഓർഡിനോ നാനോനെ പ്രോഗ്രാമറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്കൊരു 6 പിൻ കണക്ടറാണ് നമ്മൾക്കിവിടെ സ്യൂട്ട് ആവുന്നത്. അപ്പോൾ ഇവിടെ ഒരു 6 പിൻ കണക്ടറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് ഒരെണ്ണം ഗ്രൗണ്ടാണ്, ഒരെണ്ണം VCCയിലേക്കാണ്. ഇനി ഇത് MOSI എന്ന് പറഞ്ഞ പിന്നാണ്. ഇത് നമുക്ക് 17ലേക്കാണ് വരേണ്ടത്. ഇത് MISO ആണ്. നമ്മളുടെ പിൻ നമ്പർ 18ലാണ് MISO. പിന്നെ SCK ആണ്. SCK പിൻ നമ്പർ 19 ആണ്. ഇത് റീസെറ്റിലേക്കാണ് പോകേണ്ടത്. ഇവിടെ പിൻ നമ്പർ 1 ആണല്ലോ റീസെറ്റ്. ഓക്കെ, റീസെറ്റ് ഓൾറെഡി വരച്ചിട്ടുണ്ട്. നമുക്ക് ഇൻറ്റേർണലി വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് കണക്ട് ചെയ്ത് വിടാം. റീസെറ്റ് ആക്ച്വലി നമ്മളുടെ ഓർഡിനോയിൽ ഈ 6 പിന്ന് നിൽക്കുന്നതിലേക്ക് ഡയറക്റ്റ് കൊടുത്താൽ വർക്കാവില്ല. അതിനെ പിൻ നമ്പർ, അതായത് D10ലേക്ക് കൊടുക്കേണ്ടി വരും. അത് കോഡിങ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഡയറക്റ്റ് ഈ 6 പിന്നിൽ വർക്കാവുന്നതല്ല. അത് നമ്മൾക്ക് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പവർ സപ്ലൈ കൊടുത്തു, റീസെറ്റ് സർക്യൂട്ട്, ഓസിലേറ്റർ സർക്യൂട്ട്, പിന്നെ ഇൻ സർക്യൂട്ട് സീരിയൽ പ്രോഗ്രാമിംഗ്, ICSP എന്നും പറയാറുണ്ട്, ISP.
ഇത്രയും നമ്മൾ ചെയ്തു. ഇപ്പോൾ നമുക്ക് പവർ ഓൺ ചെയ്യാൻ പറ്റും, ഓസിലേറ്റർ വെച്ച് വർക്കിംഗ് ചെയ്യും, റീസെറ്റ് ഓട്ടോമാറ്റിക്കലി ആവും, ബട്ടൺ അമർത്തി റീസെറ്റ് ചെയ്യാൻ പറ്റും, ഓർഡിനോ നാനോ ഉപയോഗിച്ചിട്ട് കോഡിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിനകത്ത് LEDs വേണം, പിന്നെ ഒരു LCD വേണം. LCD ആക്ച്വലി ഇപ്പോൾ ട്രെൻഡ് OLED ആണ്, അതുകൊണ്ട് നമ്മൾ OLED വയ്ക്കാം. ഇപ്പോൾ കമ്പനികളിൽ നടക്കുന്ന റിസർച്ചിലും ഇപ്പോൾ LCD ഡയറക്റ്റ് ഉപയോഗിക്കാതെ പകരം OLED തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് OLED പഠിക്കണം, അപ്പോൾ OLED ചെയ്യാം. ഇനി 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ വേണം. ADCൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മൾക്ക് ചെയ്യണം, അപ്പോൾ ADC വേണം. പിന്നെ ഇൻട്രപ്റ്റ് എന്താണെന്ന് പഠിക്കണം, അപ്പോൾ ഇൻട്രപ്റ്റുകൾ വേണം. പിന്നെ സ്വിച്ചസ് വേണം ഇൻപുട്ടായിട്ട്. പിന്നെ I2C ബസ് വേണം. ഇത് ആക്ച്വലി കണക്ടിവിറ്റിയാണ്, എക്സ്റ്റേണൽ കണക്ടിവിറ്റിയാണ്. അതേപോലെ സീരിയൽ UART ആണ്. ഇത് നമുക്ക് GSM GPS എല്ലാം കണക്ട് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് റിലേ ഒരെണ്ണം വയ്ക്കണം, 220 വോൾട്ടോ അങ്ങനെ എന്തെങ്കിലും സ്വിച്ച് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്ഫുള്ളാവും. അതേപോലെ ബസർ നമ്മൾക്ക് എന്തെങ്കിലും എന്ത് സർക്യൂട്ട് ചെയ്യുമ്പോഴും നമ്മൾക്ക് ഔട്ട്പുട്ടായിട്ടും അതേപോലെ നമ്മളുടെ ബട്ടൻ്റെയൊക്കെ റെസ്പോൺസായിട്ടും എല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് സ്പീക്കർ വേണം. ഓർഡിനോയിലൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഹ്യൂമൻ സൗണ്ട് പോലും ഡാറ്റയായിട്ട് നമ്മളുടെ മൈക്രോ കൺട്രോളറിൽ ഫീഡ് ചെയ്തിട്ട് നമുക്ക് സ്പീക്കറിലൂടെ സംസാരിക്കുന്നത് ഹ്യൂമൻ സൗണ്ട് പോലും നമുക്ക് ഔട്ട്പുട്ടായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾക്ക് TSOP അതായത് IR റിസീവർ വേണം. അപ്പോൾ ഇത്രയും നമ്മൾക്ക് കണക്ഷൻസ് ഇതിനകത്ത് കൊണ്ടുവരണം. ഇതിനകത്ത് ആകെ 28 പിന്നേ ഉള്ളൂ. അതിനകത്ത് തന്നെ പോർട്ട് പിന്നുകൾ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഇതിൽ പലതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് മറ്റേലേക്ക് കണക്ട് ചെയ്യുന്നത് പോലെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് LEDs എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്കൊരു 3 LED കണക്ട് ചെയ്യാം. ഇത് പോർട്ട് സിയിൽ PC1, PC2, PC3 ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വരുന്നത് പിൻ നമ്പർ 24, 25, 26 ആണ്. നെക്സ്റ്റ് നമുക്ക് OLED കണക്ട് ചെയ്യാം. OLED നമുക്ക് കിട്ടിയ മോഡ്യൂൾ ഇതാണ്. ഇതിലെ കണക്ഷൻസ് ഗ്രൗണ്ട്, VCC, SCK, SDA. ഗ്രൗണ്ട്, VCC, SCK, SDA. ഇവിടെ SCK, SDA തന്നെയാണ് നമ്മളുടെ I2C ബസ്സിൽ ആവശ്യമുള്ളത്. അപ്പോൾ I2C ആക്ച്വലി ഒരു കണക്ടർ അവിടെ വയ്ക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇതിൻ്റെ കണക്ഷൻസ് SDA 27ലേക്കാണ്, നെക്സ്റ്റ് 28ലേക്കാണ്. ഇപ്പോൾ OLED കണക്ട് ചെയ്തു. ഇനി നമ്മൾക്ക് സ്വിച്ചസ് വയ്ക്കാം. ഇവിടെ പുള്ളപ്പ് റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. നമ്മൾ 10Kൻ്റെ റെസിസ്റ്റർ ആയിരിക്കും ഇവിടെ വയ്ക്കുന്നത്. 3 10K ആണ്. സ്വിച്ച് അമർത്തുമ്പോൾ ഗ്രൗണ്ടാണ് കിട്ടുന്നത്. ഇനി സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള പിന്നുകൾ വേണം. ഇത് പിൻ നമ്പർ 4ലേക്കാണ്, പിൻ നമ്പർ 5, പിൻ നമ്പർ 6. ഇനി നമുക്ക് ADC ചെയ്യാം. പിൻ നമ്പർ 23ലേക്കാണ് ADC കൊടുക്കുന്നത്. ADCയിൽ ഇവിടെ ഒരു ഡിവൈസും വെച്ചിട്ടില്ല. ഇവിടെ ചുമ്മാ ഒരു 2 പിൻ കണക്ടർ, ഫീമെയിൽ കണക്ടർ വയ്ക്കാം. എന്നിട്ട് നമ്മൾക്ക് അവിടെ തെർമിസ്റ്ററാണ് വയ്ക്കുന്നതെങ്കിൽ
ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കിട്ടും. LDR ആണ് വയ്ക്കുന്നതെങ്കിൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇൻട്രപ്റ്റ് എടുക്കുകയാണെങ്കിൽ പിൻ നമ്പർ 4 ആക്ച്വലി സ്വിച്ചിൻ്റെ വർക്കിംഗ് മാത്രമല്ല ഇൻട്രപ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യും. അപ്പോൾ ഈ 3 സ്വിച്ചിൽ ഈ സ്വിച്ച് നമ്മൾക്ക് ഇൻട്രപ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. LEDs കഴിഞ്ഞു, OLED കഴിഞ്ഞു, ADC കഴിഞ്ഞു, ഇൻട്രപ്റ്റ് കഴിഞ്ഞു, സ്വിച്ച് കഴിഞ്ഞു, I2C കഴിഞ്ഞു. ഇനി നമുക്ക് UART ചെയ്യാം. ഈ ഒരു മോഡ്യൂൾ ഇത് TTL to USB കൺവേർട്ടറാണ്. TTL to USB കൺവേർട്ടർ. ഇതിൽ നമ്മൾക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. നമ്മളുടെ കമ്പ്യൂട്ടറായിട്ട് നമ്മളുടെ മൈക്രോ കൺട്രോളർ ഡയറക്റ്റ്ലി സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പിന്നുകൾ ഇതിനകത്ത് 3 വോൾട്ട് പവർ സപ്ലൈ ആണെങ്കിൽ 3V3 അതാണ് ഫസ്റ്റ് പിന്ന്. അത് കഴിഞ്ഞ് 5 വോൾട്ട് പവർ സപ്ലൈ ആണ്. അപ്പോൾ നമ്മൾക്ക് 5 വോൾട്ട് എടുക്കാം. 5 വോൾട്ട് TX RX ഗ്രൗണ്ട്. ഓക്കെ, നമ്മളുടെ RX പിൻ നമ്പർ 2 ആണ്. TX പിൻ നമ്പർ 3 ആണ്. അപ്പോൾ UARTന് ഇങ്ങനൊരു കണക്ടർ കൊടുക്കും. അപ്പോൾ നമ്മൾക്ക് ഇതുമായിട്ട് വയർ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് PCയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾക്ക് റിലേ കൊടുക്കാം. റിലേ കൊടുക്കാനായിട്ട് ആദ്യം നമുക്കൊരു റിലേ വേണം. ഇതിൻ്റെ ഒരു സ്വിച്ച് നമുക്ക് വെറുതെ NOയും കോമണും മാത്രം കിട്ടിയാലും മതി. ഇതിന് നമ്മൾക്ക് ഒരു കണക്ടറായിട്ട് വെക്കാം. ഒരു ടെർമിനൽ ബ്ലോക്ക്, PBT എന്നൊക്കെ ഷോർട്ട് ഫോം പറയുന്ന ടെർമിനൽ ബ്ലോക്ക്. ഇത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ടെർമിനൽ ബ്ലോക്കാണ്, PCB മൗണ്ടഡ് ആണ്. നെക്സ്റ്റ് നമുക്കിതിനെ ഓൺ ചെയ്യണം. ഓൺ ചെയ്യാനായിട്ടൊരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യാം. ഇത് BC547 ആണ്. ഇവിടെ ഒരു 1 kilo ohms റെസിസ്റ്റർ യൂസ് ചെയ്യാം. ഇവിടെ ഡയറക്റ്റ് VCCയിലേക്ക് കൊടുക്കാം. ഇത് പിൻ നമ്പർ 11ലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിൻ നമ്പർ 11 ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ട്രാൻസിസ്റ്റർ ഓൺ ആയിക്കഴിഞ്ഞാൽ റിലേ ഓൺ ആവും. നെക്സ്റ്റ് ബസർ കൊടുക്കണം. ബസറിൻ്റെ നമ്മൾക്ക് സിമിലർ കണക്ഷനാണ്. ബസർ വരയ്ക്കാം. ഇത് നമ്മളുടെ ബസറിൻ്റെ ഒരു പിൻ നേരെ VCCയിലേക്ക് കൊടുക്കാം. ഇനി ബസറിനെ ഓൺ ചെയ്യാൻ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാം. ഇവിടെ വീണ്ടും BC547 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കണക്ഷൻ പിൻ നമ്പർ 16 ആണ്. നെക്സ്റ്റ് സ്പീക്കർ കൊടുക്കാം. സ്പീക്കർ കൊടുക്കുന്നത് പിൻ നമ്പർ 15 ആണ്. ഇനി TSOP IR സെൻസർ കൊടുക്കണം. ഇവിടെ TSOP സെൻസർ നമുക്ക് കിട്ടിയിട്ടുള്ളത് സിഗ്നൽ, ഗ്രൗണ്ട്, VCC ഇങ്ങനെയായിരുന്നു. സിഗ്നൽ നമ്മൾക്ക് പിൻ നമ്പർ 4ലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ പിൻ നമ്പർ 4 ഓൾറെഡി നമ്മൾ ഇൻട്രപ്റ്റ് അല്ലെങ്കിൽ സ്വിച്ചിന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 2 സംഗതി വരുന്നതുകൊണ്ട് നമ്മൾക്ക് ആക്ച്വലി ഒരു ജമ്പർ ക്ലിപ്പൊക്കെ കൊടുത്തിട്ട് വേണ്ടി വരും ചെയ്യാനായിട്ട്. ഇനി നമുക്ക് 7 സെഗ്മെൻറ്റ് LED ആണ് ചെയ്യാനുള്ളത്. നമ്മൾ 2 7 സെഗ്മെൻറ്റ് LED വയ്ക്കുന്നുണ്ട്.
7 LEDs ആണ്. ഇതിൻ്റെ ഗ്രൗണ്ട് കോമൺ ആണ്. നമുക്ക് 2 7 സെഗ്മെൻ്റ് ഉള്ളതുകൊണ്ട് രണ്ടിനെയും ഓൺ ചെയ്യാനായിട്ട് നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെയും ഇൻപുട്സ് എല്ലാം പാരലലി കണക്ട് ചെയ്യണം. ഓക്കെ, ഇനി ഫസ്റ്റ് വരുന്നത് നമ്മൾക്ക് ജി ആണ്. ഇത് ആക്ച്വലി ഇതിൽ കണക്ട് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്നത് ജി ആണ്. ജി എന്ന് പറഞ്ഞാൽ ഇവിടെ എ എന്ന് സ്റ്റാർട്ട് ചെയ്താൽ എ ബി സി ഡി ഇ എഫ് ജി. ഇതിൽ ഈ സെഗ്മെൻ്റാണ് ജി. അപ്പോൾ ഈ 2 LED ജീൻ്റെ ആയിരിക്കും. നെക്സ്റ്റ് കിട്ടുന്നത് എഫ് ആണ്. ഇത് എഫ് ആണ്. അടുത്തത് ഒരു കണക്ടർ ആക്ച്വലി കോമണിൻ്റെ ആണ്. ഓക്കെ, കോമൺ എന്ന് പറയുമ്പോൾ മുകളിലത്തെ ആണെങ്കിൽ ഇതാണ് കോമൺ. ഓക്കെ, അപ്പോൾ ഇത് കോമൺ 1 എന്ന് പറയാം. നെക്സ്റ്റ് ആയിരിക്കും എ. ഇത് എ ആണ്. അത് കഴിഞ്ഞ് വരുന്നത് ബി ആണ്. അത് കഴിഞ്ഞ് വരുന്നത് ഇ ആണ്. പിന്നെ ഡി. അത് കഴിഞ്ഞാൽ ഒരു കോമൺ, ഡി കഴിഞ്ഞാൽ സി ആണ്. അത് കഴിഞ്ഞിട്ടാണ് നോക്കാം. അതായത് ഡി കണക്ഷൻ വരുന്നത് ഇതാണ് ഡി വരുന്നത്. ഓക്കെ, ഡീൻ്റെ ലൈൻ ഇവിടെയാണ്. ഇതാണ് ഡി. ഇനി സി വരുന്നത് ലാസ്റ്റ് LED ആണ്. ഇതാണ് സി വരുന്നത്. ആക്ച്വലി PCB ഡിസൈനിൽ ഇതെല്ലാം കണക്ട് ചെയ്തെടുക്കണം. 2 7 സെഗ്മെൻറ്റിൻ്റെ ഇൻപുട്ടുകൾ കണക്ട് ചെയ്തെടുക്കണം. കുറച്ച് റിസ്ക്കിയാണ്, നമുക്കത് ചെയ്ത് നോക്കാം. പിന്നെ കോമൺ 2 എണ്ണം സെപ്പറേറ്റ് കൊടുത്തു. അപ്പോൾ നമ്മൾക്ക് ഒരു കണക്ടർ വെക്കാൻ പറ്റും. നമ്മൾക്ക് 9 പിന്നിൻ്റെ ഒരു കണക്ടറാണ് വേണ്ടി വരുന്നത്. 7 സെഗ്മെൻറ്റും 2 കോമൺ. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഈ കണക്ടറിൽ നമ്മൾക്ക് കിട്ടുന്ന കണക്ഷൻസ് നമ്മൾ ഡിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. നമ്മൾക്ക് ജി ആദ്യം കിട്ടും, പിന്നെ ഒരു എഫ്, പിന്നെ ഒരു കോമൺ, അത് കഴിഞ്ഞ് എ കിട്ടും, അത് കഴിഞ്ഞ് ബി കിട്ടും, പിന്നെ ഇ കിട്ടും, ഇ കഴിഞ്ഞ് ഡി കിട്ടും, പിന്നെ സി കിട്ടും, അത് കഴിഞ്ഞ് വീണ്ടും ഒരു കോമൺ. ഇത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പുതിയ PCB ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യണം. പാർട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്.
ഒരു പാർട്ട് നമ്പർ കൊടുത്തു. റിവിഷൻ 1.0 കൊടുക്കുന്നു. കോപ്പർ ലേസ് സിംഗിൾ സൈഡഡ് ആണ്. ബാക്കിയെല്ലാം അൺചേഞ്ച്ഡ് ആണ്. ഓക്കെ കൊടുക്കാം. ഇനി നമ്മൾക്ക് മൈക്രോ കൺട്രോളർ പ്ലേസ് ചെയ്യണം. ഓക്കെ, നമ്മൾക്ക് ഡിപ്പ് ആണ് വേണ്ടത്. ഡിപ്പ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഇൻലൈൻ പാക്കേജ്. നമ്മളുടെ IC ചിപ്പ് 28 പിന്നാണ്. 28 പിന്നിൽ തന്നെ ആ ബൈക്കിൻ്റെ സൗണ്ട് കട്ട് ചെയ്യാം. 28 പിന്നിൽ തന്നെ 3 ഉണ്ട്. 0.3 ഇഞ്ച്, 0.4 ഇഞ്ച്, 0.6 ഇഞ്ച്. ഇത് ഇതിൻ്റെ വിഡ്ത്താണ്. ഓക്കെ, ലെങ്ത് എല്ലാം സെയിം ആയിരിക്കും, ബിറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് സാധനമാണ് വേണ്ടത്. ഇതെടുത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി ഫസ്റ്റ് പിൻ നമ്മൾക്ക് റീസെറ്റ് സർക്യൂട്ടാണ്. അപ്പോൾ റീസെറ്റ് സർക്യൂട്ടിൽ നമുക്കൊരു ഡയോഡ് ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഡയോഡ് ആദ്യം വയ്ക്കാം. വൺ ആൻഡ് 4007 ഇത് തന്നെയാണ് നമ്മൾക്ക് ആവശ്യമുള്ള ഡയോഡ്. ക്വാർട്ടർ വാട്ടർ റെസിസ്റ്റർ. ഇത് രണ്ടും ആക്ച്വലി പാരലലായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി സെറാമിക് ഡിസ്ക് കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ ഇതെല്ലാം നമ്മൾക്ക് ആക്ച്വലി നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ കുറച്ച് കോമ്പോണൻസ് ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾക്ക് മോർ പാർട്സ് ഇൻ ലൈബ്രറി ക്ലിക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ സെറാമിക് ഡിസ്കിൻ്റെ കപ്പാസിറ്റർ ഉണ്ട്. നമ്മൾ നേരത്തെ ഏതെങ്കിലും സർക്യൂട്ടിന് വേണ്ടി എടുത്തതിൻ്റെ ഹിസ്റ്ററിയാണത്. നെക്സ്റ്റ് ഒരു സ്വിച്ചാണ്. സ്വിച്ച് നമ്മൾ 2 പിന്നാണ് ചെയ്യുന്നത്. സോ 2 പിൻ നമ്മൾക്ക് 2 പിൻ സ്വിച്ച് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കാരണം അത് മിക്കവാറും ഇവിടെ ഉണ്ടാവില്ല. നോക്കാം, പാർട്ടിനകത്ത് ടാക്ടൈൽ സ്വിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ടാക്ടൈൽ സ്വിച്ച് ഉണ്ട്, പക്ഷേ SMD 4 പിന്നാണ്. നമുക്കിത് പറ്റില്ല. സോ ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് 2 പിന്ന് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾക്കിതിൻ്റെ കറക്റ്റ് ഡിസ്റ്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, പിൻ നമ്പർ 1 നിന്ന് ഡയോഡ് റെസിസ്റ്റർ, ഒരു ട്രൈസ് വരച്ചു കൊടുക്കാം. നമുക്ക് 1.01 ആണ് വേണ്ടത്. ഈ പാർട്ട് ആക്ച്വലി പവർ സപ്ലൈയിലേക്കാണ് പോകേണ്ടത്. അതേപോലെ നെക്സ്റ്റ് ഇവിടെ വരേണ്ടത് സ്വിച്ച് പിന്നെ കപ്പാസിറ്റർ. ഇത് രണ്ടും ആക്ച്വലി പാരലലാണ്. മറ്റേ സൈഡ് ഗ്രൗണ്ടിലേക്കാണ് പോകേണ്ടത്. കൺട്രോൾ R അമർത്തിയാൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ സ്വിച്ച് ഉദ്ദേശിക്കുന്നത്. ഇത് കപ്പാസിറ്റർ. ഇതിനെ കണക്റ്റ് ചെയ്തിട്ട് ഓക്കെ, പവർ സപ്ലൈ വരുന്ന സമയത്ത് ഇത് ഗ്രൗണ്ടിലേക്ക് പോകും, ഇത് പ്ലസിലേക്ക് പോകും. ഇവിടെ സ്വിച്ചാണ് വരുന്നത്. ഓക്കെ, ഇനി ഇത് റീസെറ്റ് സർക്യൂട്ടാണ് ചെയ്യുന്നത്. ഇനി പവർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റേർണലി ചില പിന്നുകൾ പവർ ചെയ്യാനുണ്ട് അല്ലേ? യെസ്, അപ്പോൾ നമ്മൾ PCB ഡിസൈനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നവർക്ക് ഇത്രയും ഭംഗിയായിട്ട് കിട്ടിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഡിസൈനിങ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും ഇതേ ഡിസൈൻ തന്നെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഡിസൈൻ നമ്മുടെ ബ്ലോഗിൽ ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് PCB ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എഡിറ്റിംഗ് വരുത്താം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്ത ISP സർക്യൂട്ടിൻ്റെ പിന്നുകൾ 6 പിന്ന് നിങ്ങൾ ചിലപ്പോൾ USB ISP പ്രോഗ്രാമർ വാങ്ങിക്കും. അതിനകത്ത് വരുന്ന സമയത്ത് 10 പിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ 10 പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ PCB ഫയലാണ് ഡൗൺലോഡ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എഡിറ്റിംഗ് വരുത്താം. നിങ്ങൾക്ക് ഒരാൾക്ക് സ്പീക്കർ വേണ്ടെന്ന് തോന്നി സ്പീക്കറിൻ്റെ പാർട്ട് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നുകൾ മാറ്റം വരുത്താൻ തോന്നി അത് മാറ്റം വരുത്താം. ഇത് ഇതേപോലെ തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് PDF ഫയൽ ഡൗൺലോഡ് ചെയ്താലും മതി. PDF ഫയലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. PDF ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എച്ചിങ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇവിടെ എനിക്ക് കിട്ടിയ പവർ സപ്ലൈ മോഡ്യൂൾ അനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇതേപോലെ കൊടുത്തിട്ടുള്ളത്. പവർ സപ്ലൈ 4 പിന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പവർ സപ്ലൈ വേറെ എന്തെങ്കിലും ആണ് എങ്കിൽ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള കണക്ടർ ആണെങ്കിൽ നിങ്ങളവിടെ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഏതാണോ അത് ഇവിടെ എഡിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഇത് വർക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ ബോർഡ് റെഡി ആക്കിയിട്ടുണ്ട്. ബോർഡിൽ നമ്മൾ പ്രോഗ്രാമർ കണക്ട് ചെയ്തു, നമ്മളുടെ ഓർഡിനോ നാനോ ആസ് പ്രോഗ്രാമർ. അപ്പോൾ ഓർഡിനോ നാനോ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെയുള്ള 6 പിന്നും നമ്മളുടെ ബോർഡിലുള്ള 6 പിന്നും പാരലലാണ്. ഇവിടെ നിന്ന് ബ്ലാക്ക് വയർ പിൻ നമ്പർ 1, ഇവിടെയും ബ്ലാക്ക് വയർ പിൻ നമ്പർ 1, അഗെയിൻ പിൻ നമ്പർ 2 വയലറ്റ് വയർ, ഇവിടെയും പിൻ നമ്പർ 2 വയലറ്റ് വയർ. ഇങ്ങനെ എല്ലാ വയറും വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരെണ്ണം മാത്രം, ഈ ലാസ്റ്റ് പിൻ ഇത് മാത്രം കണക്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മളുടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാം പിൻ നമ്പർ 5 റീസെറ്റാണ്. അപ്പോൾ നമ്മളുടെ ഓർഡിനോൻ്റെ റീസെറ്റ് നേരെ മൈക്രോ കൺട്രോളറിൻ്റെ റീസെറ്റിൽ വന്നിട്ടൊന്നും ചെയ്യാനില്ല. പകരം മൈക്രോ കൺട്രോളറിൻ്റെ റീസെറ്റ് ഇവിടെ യെല്ലോ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഡയഗ്രാം. ഇത് D10 വരേണ്ടത്. അതുകൊണ്ട് ഇത് മാത്രം D10 ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ബാക്കിയെല്ലാം ക്വയറ്റ് പാരലൽ. യെസ്, ഇനി നമുക്ക് കോഡ് എഴുതി ഫ്ലാഷ് ചെയ്യണം. ഒരു കോഡ് എഴുതാം. സബ്ലൈം ഓപ്പൺ ചെയ്തു. #include AVR
avrio.h hash include util delay.h. ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു വാല്യൂ കൊടുക്കാനുണ്ട്. ഹാഷ് ഡിഫൈൻ if CPU 1612345660 UL int main ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. ഫയൽ സേവ് ആസ് ഡെസ്ക്ടോപ്പിൽ പോകാം. ഫയൽ ഡെസ്ക്ടോപ്പിലൊരു പുതിയ ഫോൾഡർ ഉണ്ടാക്കാം. code 1 ഫയൽ നെയിം hello .c ആണ്. ഓക്കെ, ഇത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കോഡ് എഴുതാനുള്ളത്, ഇവിടെ നമ്മൾക്കൊരു ഡയഗ്രാം നോക്കണം. നമ്മളുടെ ഡെവലപ്മെൻറ്റ് ബോർഡിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പിൻ ഡയഗ്രാം ആണ്. ഇതിൽ ഒരു ബസർ കൊടുത്തിട്ടുണ്ട്, അത് PB2 ആണ്, പോർട്ട് ബിയിൽ 2. ഓക്കെ, അപ്പോൾ നമുക്ക് പോർട്ട് ബിനെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ആദ്യം സെറ്റ് ചെയ്യാം. DDRB = നമ്മൾക്ക് വേണ്ടത് 0x04 ആണോ, അതായത് സീറോത്ത് പിന്നല്ല, PB0 അല്ല, PB1 അല്ല, PB2 ആണ്. PB2 ആണ് ബസർ. അപ്പോൾ 4 തന്നെ, ഇത് കറക്റ്റാണ്. എന്ന് വെച്ചാൽ ബസർ കണക്ട് ചെയ്ത പിന്നിനെ മാത്രം ഔട്ട്പുട്ടാക്കി സെറ്റ് ചെയ്തു. ഇനി ഒരു വൈൽ ലൂപ്പ് ഇവിടെ എഴുതാം. വൈൽ ഓഫ് 1. ഇനി പോർട്ട് ബിയിൽ പോർട്ട് B = 0x04. ഇനി ഇവിടെ ഒരു ഡിലേ എഴുതാം. ഡിലേ ms ഒരു 50 എഴുതാം. നെക്സ്റ്റ് ഈ ലൈനെ കോപ്പി ചെയ്യുന്നുണ്ട്. ഇതിനെ 0 ആക്കി, എന്ന് വെച്ചാൽ ബസറിനെ ഓഫ് ചെയ്തു. എന്നിട്ട് അതൊരു ടൈം കൊടുക്കാം. ഓക്കെ, ഒരു വലിയ ഡിലേ കൊടുത്തു. ഇതിനെ സേവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, നമുക്കിതിനെ കമ്പൈൽ ചെയ്തിട്ട് ഫ്ലാഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോൾഡറിലേക്ക് വരാം. code 1 ഇവിടെ നിന്ന് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തു. യെസ്, ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന കമാൻഡ് എന്തായിരുന്നു? main.c. നമ്മളുടെ കോഡിൻ്റെ പേര് എന്തായിരുന്നു? hello.c ആണല്ലേ. hello.c ആണ്. hello.c, പക്ഷേ ഔട്ട്പുട്ട് നെയിമിൻ്റെ പേര് നമ്മൾ മാറ്റിയില്ല, main.elf തന്നെ വെച്ചു. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഹെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി അതിനെ ഫ്ലാഷ് ചെയ്യാം. ഫ്ലാഷ് ആയിട്ടുണ്ട്. ഔട്ട്പുട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് പിൻ നമ്പർ 2, അതായത് പോർട്ട് ബിയിലെ പിൻ നമ്പർ 2 നമ്മൾക്ക് ജമ്പർ കണക്ട് ചെയ്താൽ മാത്രമാണ് കണക്റ്റ് ആവുന്നത്. പിൻ നമ്പർ 2 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് രണ്ടാമത്തെയാണ്. യെസ്, ഇപ്പോൾ ഔട്ട്പുട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് കോഡിൽ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി നോക്കാം.
ഓക്കെ, കോഡിനകത്ത് കുറച്ച് കോപ്പി പേസ്റ്റെല്ലാം ചെയ്തു, ചെറിയ മാറ്റങ്ങൾ വരുത്തി. ഇനി നമുക്ക് വീണ്ടും ഫ്ലാഷ് ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു, AVR OBJ കോപ്പി ഫ്ലാഷ് ചെയ്യുന്നു. യെസ്, ഒരു ഡിഫറെൻറ്റ് നോട്ട്സാണ് വരുന്നത് അല്ലേ. ഇനി ഒരു ചേഞ്ച് നമുക്ക് വരുത്തി നോക്കാം. നമ്മൾക്ക് ഇവിടെ ബസറിൻ്റെ ഒപ്പം ഒരു LED ആഡ് ചെയ്യാം. LED ആഡ് ചെയ്യണമെങ്കിൽ LED എവിടെയാണുള്ളത്? ഈ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ LED 1, 2, 3 PC1-ൽ LED ഉണ്ട്. അപ്പോൾ PC1-നെ ഓൺ ചെയ്യണമെങ്കിൽ കോഡിൽ എന്തെഴുതണം? ആദ്യം ഡയറക്ഷൻ സെറ്റ് ചെയ്യണം. DDRC = 0x02. ഇവിടെ പോർട്ട് സിയിലെ 0th പിന്നാണെങ്കിൽ ഇവിടെ 1 കൊടുത്താൽ മതിയായിരുന്നു. നമ്മൾക്ക് PC0 അല്ല, PC1 ആണ്. അതുകൊണ്ട് ഇവിടെ 2 കൊടുക്കണം. ഇനി ഇവിടെ ഓക്കെ, ഇനി ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ 0 വെക്കാനുണ്ട്, ഇല്ലെങ്കിൽ ഓഫ് ആവില്ല. ഓൺ ചെയ്യാനുള്ള എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്തു. ഇനി ഓഫ് ചെയ്യാനുള്ള കോപ്പി പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതിനെ സേവ് ചെയ്തു. ഇനി വീണ്ടും കമ്പൈൽ, OBJ കോപ്പി, ഫ്ലാഷ്. യെസ്, ഔട്ട്പുട്ട് ഒബ്സർവ് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു LED കൂടി ഓൺ ആവുന്നുണ്ടല്ലേ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതിൽ 7 സെഗ്മെൻറ്റ് എങ്ങനെ ചെയ്യാം, OLED എങ്ങനെ ചെയ്യാം, ബസർ, സ്പീക്കർ ഇതെല്ലാം എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം, അതേപോലെ ADC, ഇൻട്രപ്റ്റ് ഇതെല്ലാം നമ്മൾക്ക് ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ ഹാർഡ്വെയർ ആദ്യം ഉണ്ടാക്കി വയ്ക്കുക, അടുത്ത സെഷൻസ് എല്ലാം ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.